ലോഗോസ് ക്വിസ് 2025 വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 22 അധ്യായം 5 ശീർഷകം പത്രോസ് ഗുരുവിനെ നിഷേധിക്കും. 6 ശീർഷകം പണവും വാളും കരുതുക. 7 ശീർഷകം ഗത്സമനിയിൽ പ്രാർത്ഥിക്കുന്നു. 8 ശീർഷകം യൂദാസ് യേശുവിനെ ഒറ്റിക്കൊടുക്കുന്നു. 9 ശീർഷകം പത്രോസ് തള്ളി പറയുന്നു. 10 ശീർഷകം യേശുവിനെ പരിഹസിക്കുന്നു. 11 ശീർഷകം ന്യായാധിപ സംഘത്തിന്റെ മുമ്പാകെ എന്നിവയാണ്. ഈ പാഠഭാഗങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് 31 മുതൽ 71 വരെയുള്ള വാക്യങ്ങളിലാണ്. ഇവയെ ആസ്പദമാക്കിയുള്ള ചോദ്യോത്തരങ്ങൾ നമുക്ക് കേൾക്കാം, പഠിക്കാം. ചോദ്യം 1. സാത്താൻ നിങ്ങളെ എന്തു ചെയ്യാൻ ഉദ്യമിച്ചു എന്നാണ് കർത്താവ് ശിമയോനോട് പറഞ്ഞത്? ഉത്തരം: ഗോതമ്പ് പോലെ പാറ്റാൻ. ചോദ്യം 2. കർത്താവ് ആരോടാണ് സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു എന്ന് പറഞ്ഞത്? ഉത്തരം: ശിമയോനോട്. വിശുദ്ധ ലൂക്ക 22 അധ്യായം 31 വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. ശിമയോൻ, ശിമയോൻ, ഇതാ സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു. ചോദ്യം 3. അന്ത്യ അത്താഴവേളയിൽ കർത്താവ് ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടി പ്രാർത്ഥിച്ചു എന്നാണ് വിശുദ്ധ ലൂക്ക 22 അധ്യായം 31, 32 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഉത്തരം: ശിമയോനു വേണ്ടി, ശിമയോന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ. ആ വാക്യം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. വിശുദ്ധ ലൂക്ക 22, 32. എന്നാൽ നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നീ തിരിച്ചു വന്ന് നിന്റെ സഹോദരരെ ശക്തിപ്പെടുത്തണം. ചോദ്യം 4. നീ തിരിച്ചു വന്ന് നിന്റെ സഹോദരരെ ശക്തിപ്പെടുത്തണമെന്ന് കർത്താവ് പറഞ്ഞത് ആരോടാണ്? ഉത്തരം: ശിമയോനോട്. ചോദ്യം 5. കർത്താവെ, നിന്റെ കൂടെ കാരാഗൃഹത്തിലേക്ക് പോകാനും മരിക്കാൻ തന്നെയും ഞാൻ തയ്യാറാണ്, ഇപ്രകാരം പറഞ്ഞത് ആര്? ഉത്തരം: ശിമയോൻ. ചോദ്യം 6. എന്ത് സംഭവിക്കുന്നതിന് മുമ്പ് നീ എന്നെ അറിയുകയില്ല എന്ന് 3 പ്രാവശ്യം നിഷേധിച്ച് പറയും എന്നാണ് കർത്താവ് പത്രോസിനോട് പറഞ്ഞത്? ഉത്തരം: ഇന്ന് കോഴി കൂവുന്നതിന് മുമ്പ്. ചോദ്യം 7. ഞാൻ നിങ്ങളെ മടിശീലയോ ഭാണ്ഡമോ ചെരുപ്പോ ഇല്ലാതെ അയച്ചപ്പോൾ എന്തിനെങ്കിലും കുറവുണ്ടായോ എന്ന യേശുവിന്റെ ചോദ്യത്തിന് ശിഷ്യന്മാരുടെ മറുപടി എന്തായിരുന്നു? ഉത്തരം: ഒന്നിനും കുറവുണ്ടായില്ല. ചോദ്യം 8. വിശുദ്ധ ലൂക്ക 22:36 അനുസരിച്ച് പൂരിപ്പിക്കുക. അവൻ പറഞ്ഞു: എന്നാൽ ഇപ്പോൾ മടിശീലയുള്ളവൻ അതെടുക്കട്ടെ, അതുപോലെ തന്നെ ഭാണ്ഡവും. വാളില്ലാത്തവൻ ഡാഷ് വിറ്റ് വാൾ വാങ്ങട്ടെ. ഉത്തരം: സ്വന്തം കുപ്പായം. വിശുദ്ധ ലൂക്ക 22:36 നമുക്ക് വായിച്ചു കേൾക്കാം. അവൻ പറഞ്ഞു: എന്നാൽ ഇപ്പോൾ മടിശീലയുള്ളവൻ അതെടുക്കട്ടെ, അതുപോലെ തന്നെ ഭാണ്ഡവും. വാളില്ലാത്തവൻ സ്വന്തം കുപ്പായം വിറ്റ് വാൾ വാങ്ങട്ടെ. ചോദ്യം 9. വിശുദ്ധ ലൂക്ക 22:37 അനുസരിച്ച് പൂരിപ്പിക്കുക. ഞാൻ നിങ്ങളോട് പറയുന്നു, അവൻ നിയമ ലംഘകരോടുകൂടെ എണ്ണപ്പെട്ടു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് എന്നിൽ നിവർത്തിയാകേണ്ടിയിരിക്കുന്നു. എന്തെന്നാൽ ഡാഷ്. ഉത്തരം: എന്നെപ്പറ്റി എഴുതപ്പെട്ടിരിക്കുന്നത് പൂർത്തിയാകേണ്ടതാണ്. വിശുദ്ധ ലൂക്ക 22:37 നമുക്ക് വായിച്ചു കേൾക്കാം. ഞാൻ നിങ്ങളോട് പറയുന്നു, അവൻ നിയമലംഘകരോടുകൂടെ എണ്ണപ്പെട്ടു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് എന്നിൽ നിവർത്തിയാകേണ്ടിയിരിക്കുന്നു. എന്തെന്നാൽ എന്നെപ്പറ്റി എഴുതപ്പെട്ടിരിക്കുന്നത് പൂർത്തിയാകേണ്ടതാണ്. ചോദ്യം 10. പെസഹ ഭക്ഷിച്ചതിനു ശേഷം ശിഷ്യന്മാരോടൊപ്പം യേശു എവിടേക്കാണ് പോയത്? ഉത്തരം: ഒലിവ് മലയിലേക്ക്. ചോദ്യം 11. ഒലിവ് മലയിലെത്തിയപ്പോൾ അവൻ ശിഷ്യന്മാരോട് എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു? ഉത്തരം: പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കാൻ. ചോദ്യം 12. ഒലിവ് മലയിൽ ഈശോ പ്രാർത്ഥിച്ചപ്പോൾ അവനെ ശക്തിപ്പെടുത്താൻ ആര് പ്രത്യക്ഷപ്പെട്ടു എന്നാണ് വിശുദ്ധ ലൂക്ക 22 അധ്യായം 43 വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഉത്തരം: സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ. ചോദ്യം 13. ഒലിവ് മലയിൽ ഈശോ പ്രാർത്ഥിച്ചത് എപ്രകാരമാണ്? വിശുദ്ധ ലൂക്ക 22:47 അനുസരിച്ച് ഉത്തരം എഴുതുക. ഉത്തരം: അവൻ അവരിൽ നിന്ന് ഒരു കല്ലേറു ദൂരം മാറി മുട്ടിന്മേൽ വീണു പ്രാർത്ഥിച്ചു. ചോദ്യം 14. ഈശോയുടെ ഗത്സമനിയിലെ പ്രാർത്ഥന എഴുതുക. ഉത്തരം: പിതാവേ, അങ്ങയ്ക്കിഷ്ടമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ, എങ്കിലും എന്റെ ഹിതമല്ല അവിടുത്തെ ഹിതം നിറവേറട്ടെ. വിശുദ്ധ ലൂക്ക 22 അധ്യായം ഗത്സമനിയിൽ പ്രാർത്ഥിക്കുന്നു എന്ന ശീർഷകത്തിൽ 42 വാക്യത്തിലാണ് പ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ചോദ്യം 15. അവൻ തീവ്രവേദനയിൽ മുഴുകി കൂടുതൽ തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു.
അവന്റെ വിയർപ്പ് എന്തുപോലെ നിലത്ത് വീണു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഉത്തരം രക്തത്തുള്ളികൾ പോലെ. ചോദ്യം 16. അവൻ പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റ് ശിഷ്യന്മാരുടെ അടുത്ത് വന്നപ്പോൾ എന്താണ് കണ്ടത്? ഉത്തരം അവർ വ്യസനം നിമിത്തം തളർന്ന് ഉറങ്ങുന്നത്. വിശുദ്ധ ലൂക്ക 22:45 വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. അവൻ പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റ് ശിഷ്യന്മാരുടെ അടുത്ത് വന്നപ്പോൾ അവർ വ്യസനം നിമിത്തം തളർന്ന് ഉറങ്ങുന്നത് കണ്ടു. ചോദ്യം 17. അവൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആരാണ് അവിടെ വന്നത്? ഉത്തരം ജനക്കൂട്ടം. ചോദ്യം 18. ആരാണ് ജനക്കൂട്ടത്തിന് മുമ്പിൽ നടന്നിരുന്നത്? ഉത്തരം 12 പേരിൽ ഒരുവനായ യൂദാസ്. വിശുദ്ധ ലൂക്ക 22:47 വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. അവൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു ജനക്കൂട്ടം അവിടെ വന്നു. 12 പേരിൽ ഒരുവനായ യൂദാസ് ആണ് അവരുടെ മുമ്പിൽ നടന്നിരുന്നത്. ചോദ്യം 19. യേശു യൂദാസിനോട് ചോദിച്ച ചോദ്യം എന്ത്? ഉത്തരം യൂദാസെ, ചുംബനം കൊണ്ടോ നീ മനുഷ്യപുത്രനെ ഒറ്റിക്കൊടുക്കുന്നത്? വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 22 യൂദാസ് യേശുവിനെ ഒറ്റിക്കൊടുക്കുന്നു എന്ന ശീർഷകത്തില് 48 വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. യേശു അവനോട് ചോദിച്ചു, യൂദാസെ, ചുംബനം കൊണ്ടോ നീ മനുഷ്യപുത്രനെ ഒറ്റിക്കൊടുക്കുന്നത്? ചോദ്യം 20. എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് കണ്ടപ്പോൾ കർത്താവെ, ഞങ്ങൾ വാളെടുത്ത് വെട്ടട്ടെ എന്ന് ചോദിച്ചത് ആര്? ഉത്തരം യേശുവിനോട് കൂടെ ഉണ്ടായിരുന്നവർ. ചോദ്യം 21. അവരിൽ ഒരുവൻ ആരുടെ വലത്തു ചെവിയാണ് ഛേദിച്ചത്? ഉത്തരം പ്രധാന പുരോഹിതന്റെ സേവകനെ വെട്ടി വലത്തു ചെവി ഛേദിച്ചു. ചോദ്യം 22. അവരിൽ ഒരുവൻ പ്രധാന പുരോഹിതന്റെ സേവകനെ വെട്ടി അവന്റെ വലത്തു ചെവി ഛേദിച്ചു. അത് കണ്ട് യേശു എന്ത് ചെയ്തു? ഉത്തരം യേശു പറഞ്ഞു, നിർത്തു. അനന്തരം യേശു അവന്റെ ചെവി തൊട്ട് സുഖപ്പെടുത്തി. ചോദ്യം 23. കവർച്ചക്കാരനെതിരെ എന്ന പോലെ വാളും വടിയുമായി നിങ്ങൾ വന്നിരിക്കുന്നുവോ? യേശു ഇപ്രകാരം ചോദിച്ചത് ആരോടാണ്? ഉത്തരം തനിക്കെതിരായി വന്ന പുരോഹിത പ്രമുഖന്മാരോടും ദേവാലയ സേനാധിപന്മാരോടും ജനപ്രമാണികളോടും. ചോദ്യം 24. ആർക്കെതിരെ എന്ന പോലെ വാളും വടിയുമായി നിങ്ങൾ വന്നിരിക്കുന്നുവോ എന്നാണ് യേശു ചോദിച്ചത്? ഉത്തരം കവർച്ചക്കാരനെതിരെ എന്ന പോലെ. ചോദ്യം 25. വിശുദ്ധ ലൂക്ക 22:53 അനുസരിച്ച് പൂരിപ്പിക്കുക. ഞാൻ നിങ്ങളോടുകൂടെ എല്ലാ ദിവസവും ദേവാലയത്തിലായിരുന്നപ്പോൾ നിങ്ങൾ എന്നെ പിടിച്ചില്ല, എന്നാൽ ഡാഷ് ആധിപത്യവും. ഉത്തരം ഇത് നിങ്ങളുടെ സമയമാണ്, അന്ധകാരത്തിന്റെ ആധിപത്യവും. വിശുദ്ധ ലൂക്ക 22:53 വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. ഞാൻ നിങ്ങളോടുകൂടെ എല്ലാ ദിവസവും ദേവാലയത്തിലായിരുന്നപ്പോൾ നിങ്ങൾ എന്നെ പിടിച്ചില്ല, എന്നാൽ ഇത് നിങ്ങളുടെ സമയമാണ്, അന്ധകാരത്തിന്റെ ആധിപത്യവും. ചോദ്യം 26. അവർ അവനെ പിടിച്ച് പ്രധാന ആചാര്യന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയപ്പോൾ അകലെയായി അവനെ അനുഗമിച്ച ശിഷ്യൻ ആര്? ഉത്തരം പത്രോസ്. വിശുദ്ധ ലൂക്ക 22:54 ഇപ്രകാരമാണ്. അവർ അവനെ പിടിച്ച് പ്രധാനാചാര്യന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. പത്രോസ് അകലെയായി അവനെ അനുഗമിച്ചിരുന്നു. ചോദ്യം 27. പത്രോസ് പ്രധാനാചാര്യന്റെ വീട്ടുമുറ്റത്ത് തീക്കരികെ ഇരിക്കുന്നത് കണ്ടപ്പോൾ എത്ര പേരാണ് അവരാരായിരുന്നുവെന്ന് തിരിച്ചറിഞ്ഞത്? ഉത്തരം 3 പേർ. ചോദ്യം 28. ഇവനും അവനോടുകൂടെ ആയിരുന്നു എന്ന് തീക്കരികെ ഇരിക്കുന്നത് കണ്ട പത്രോസിനോട് പറഞ്ഞത് ആര്? ഉത്തരം പരിചാരിക. ചോദ്യം 29. തന്നെ തിരിച്ചറിഞ്ഞ പരിചാരികയോട് പത്രോസിന്റെ പ്രതികരണം എന്തായിരുന്നു? ഉത്തരം പത്രോസ് അത് നിഷേധിച്ച്, സ്ത്രീയെ, അവനെ ഞാൻ അറിയുകയില്ല എന്ന് പറഞ്ഞു. വിശുദ്ധ ലൂക്ക 22:56-57 വാക്യങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. അവൻ തീക്കരികെ ഇരിക്കുന്നത് കണ്ട് ഒരു പരിചാരിക സൂക്ഷിച്ചു നോക്കിയിട്ട് പറഞ്ഞു, ഇവനും അവനോടുകൂടെ ആയിരുന്നു. എന്നാൽ പത്രോസ് അത് നിഷേധിച്ച്, സ്ത്രീയെ, അവനെ ഞാൻ അറിയുകയില്ല എന്ന് പറഞ്ഞു. ചോദ്യം 30. നീയും അവരിൽ ഒരുവനാണ് എന്ന് പത്രോസിനെ കണ്ടിട്ട് പറഞ്ഞതാരാണ്? ഉത്തരം അല്പം കഴിഞ്ഞ് വേറൊരാൾ. ചോദ്യം 31. തീർച്ചയായും ഈ മനുഷ്യനും അവനോടുകൂടെ ആയിരുന്നു.
ഇവനും ഗലീലിയക്കാരനാണല്ലോ എന്ന് ഏകദേശം എത്ര മണിക്കൂർ കഴിഞ്ഞാണ് വേറൊരാൾ ഉറപ്പിച്ചു പറഞ്ഞത്? ഉത്തരം ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞ്. ചോദ്യം 32. നീയും അവരിൽ ഒരുവനാണ് എന്ന് പറഞ്ഞവനോട് പത്രോസിന്റെ മറുപടി എന്തായിരുന്നു? ഉത്തരം മനുഷ്യ, ഞാനല്ല. വിശുദ്ധ ലൂക്ക 22:58 നമുക്ക് വായിച്ചു കേൾക്കാം. അല്പം കഴിഞ്ഞ് വേറൊരാൾ പത്രോസിനെ കണ്ടിട്ട് പറഞ്ഞു, നീയും അവരിൽ ഒരുവനാണ്. അപ്പോൾ അവൻ പറഞ്ഞു, മനുഷ്യ, ഞാനല്ല. ചോദ്യം 33. പത്രോസ് പറഞ്ഞു, മനുഷ്യ, നീ പറയുന്നത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അവൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്ത് സംഭവിച്ചു എന്നാണ് വിശുദ്ധ ലൂക്ക 22:60 രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഉത്തരം കോഴി കൂവി. വിശുദ്ധ ലൂക്ക 22:60 നമുക്ക് വായിച്ചു കേൾക്കാം. പത്രോസ് പറഞ്ഞു, മനുഷ്യ, നീ പറയുന്നത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അവൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കോഴി കൂവി. ചോദ്യം 34. ഇന്ന് കോഴി കൂവുന്നതിന് മുമ്പ് 3 പ്രാവശ്യം നീ എന്നെ നിഷേധിക്കുമെന്ന് കർത്താവ് പറഞ്ഞ വചനം പത്രോസ് ഓർമ്മിച്ചത് എപ്പോൾ? ഉത്തരം കർത്താവ് പത്രോസിന്റെ നേരെ തിരിഞ്ഞ് അവനെ നോക്കിയപ്പോൾ. ചോദ്യം 35. താൻ 3 പ്രാവശ്യം കർത്താവിനെ തള്ളി പറഞ്ഞുവെന്ന് മനസ്സിലാക്കിയപ്പോൾ പത്രോസ് എന്തു ചെയ്തു? ഉത്തരം അവൻ പുറത്തുപോയി മനം നൊന്ത് കരഞ്ഞു. ചോദ്യം 36. യേശുവിനെ പരിഹസിക്കുകയും അടിക്കുകയും ചെയ്തത് ആരാണെന്നാണ് വിശുദ്ധ ലൂക്ക 22:63 രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഉത്തരം യേശുവിന് കാവൽ നിന്നിരുന്നവർ. ചോദ്യം 37. യേശുവിന് കാവൽ നിന്നിരുന്നവർ അവന്റെ കണ്ണുകൾ മൂടിക്കൊണ്ട് എന്ത് പ്രവചിക്കുക എന്നാണ് യേശുവിനോട് പറഞ്ഞത്? ഉത്തരം നിന്നെ അടിച്ചവൻ ആരെന്ന് പ്രവചിക്കുക. വിശുദ്ധ ലൂക്ക 22 63-64 വാക്യങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. യേശുവിനെ പരിഹസിക്കുന്നു എന്ന ശീർഷകത്തില് യേശുവിനെ കാവൽ നിന്നിരുന്നവർ അവനെ പരിഹസിക്കുകയും അടിക്കുകയും ചെയ്തു. അവർ അവന്റെ കണ്ണുകൾ മൂടിക്കൊണ്ട് നിന്നെ അടിച്ചവൻ ആരെന്ന് പ്രവചിക്കുക എന്ന് പറഞ്ഞു. ചോദ്യം 38. പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും ഉൾപ്പെടുന്ന ജനപ്രമാണികളുടെ സംഘത്തിലേക്ക് യേശുവിനെ കൊണ്ടുവന്നത് എപ്പോൾ? ഉത്തരം പ്രഭാതമായപ്പോൾ. ചോദ്യം 39. നീ ക്രിസ്തുവാണോ എന്ന ചോദ്യത്തിന് യേശു നൽകിയ മറുപടി എന്താണ്? ഉത്തരം അവൻ അവരോട് പറഞ്ഞു, ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുകയില്ല, ഞാൻ ചോദിച്ചാൽ നിങ്ങൾ ഉത്തരം തരികയുമില്ല. ഇപ്പോൾ മുതൽ മനുഷ്യപുത്രൻ ദൈവശക്തിയുടെ വലതുവശത്ത് ഇരിക്കും. ചോദ്യം 40. നീ ദൈവപുത്രനാണോ എന്ന ചോദ്യത്തിന് യേശു നൽകിയ മറുപടി എന്തായിരുന്നു? ഉത്തരം അവൻ പറഞ്ഞു, നിങ്ങൾ തന്നെ പറയുന്നല്ലോ ഞാൻ ആണെന്ന്. ചോദ്യം 41 പൂരിപ്പിക്കുക. അവർ പറഞ്ഞു, ഇനി നമുക്ക് വേറെ സാക്ഷ്യം എന്തിന്? ഡാഷ് നാം അത് കേട്ടു കഴിഞ്ഞു. ഉത്തരം അവന്റെ നാവിൽ നിന്ന് തന്നെ. വിശുദ്ധ ലൂക്ക 22:71 നമുക്ക് വായിച്ചു കേൾക്കാം. അവർ പറഞ്ഞു, ഇനി നമുക്ക് വേറെ സാക്ഷ്യം എന്തിന്? അവന്റെ നാവിൽ നിന്ന് തന്നെ നാം അത് കേട്ടു കഴിഞ്ഞു. ചോദ്യം 42. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം അധ്യായം 22 എത്ര വാക്യങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഉത്തരം 71 വാക്യങ്ങൾ. ചോദ്യം 43. യൂദാസ് യേശുവിനെ ഒറ്റിക്കൊടുക്കുന്നു എന്ന വചനഭാഗം വിശുദ്ധ ലൂക്ക രേഖപ്പെടുത്തിയിരിക്കുന്നത് എത്രാം അധ്യായം എത്രാം വാക്യങ്ങളിലാണ് എന്ന് എഴുതുക? ഉത്തരം വിശുദ്ധ ലൂക്ക 22 അധ്യായം 47 മുതൽ 53 വരെയുള്ള വാക്യങ്ങളാണ് യൂദാസ് യേശുവിനെ ഒറ്റിക്കൊടുക്കുന്നു എന്ന ശീർഷകം. ചോദ്യം 44. പണവും വാളും കരുതുക എന്ന ശീർഷകത്തെ തുടർന്ന് വിശുദ്ധ ലൂക്ക രേഖപ്പെടുത്തിയിരിക്കുന്ന വചനഭാഗത്തിന്റെ ശീർഷകം ഏതാണ്? ഉത്തരം ഗത്സമനിയിൽ പ്രാർത്ഥിക്കുന്നു.